മാനിഫെസ്റ്റേഷൻ മാത്രം മതിയോ? എന്തും സാധിക്കുമോ? അതോ ഇതൊരു പുതിയ കൺകെട്ട് വിദ്യയാണോ? ഒരു ദോഷവുമില്ലാത്ത എന്നാൽ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു പ്രാക്ടീസ് എന്ന നിലയിൽ മാനിഫെസ്റ്റേഷൻ വളരെ നല്ലൊരു കാര്യം എന്നു തന്നെയാണ് അഭിപ്രായം. എന്നാൽ ഇപ്പോൾ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി മാനിഫെസ്റ്റേഷൻ മാത്രം മതി ലൈഫ് സക്സസ് ആകാൻ എന്ന തരത്തിൽ ചിലരൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവർക്ക് അതൊരു വലിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാകാം. വലിയ സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസേഴ്സ്, മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ഉയർന്ന പദവിയിലുള്ളവർ വരെ മാനിഫെസ്റ്റേഷൻ എന്ന അത്ഭുതത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ഒത്തിരി മനുഷ്യർ ഇത് വിശ്വസിക്കുന്നു. അതേക്കുറിച്ച് പുസ്തകങ്ങൾ വരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ പ്രസിദ്ധയായ ഒരു മാനിഫെസ്റ്റേഷൻ മോട്ടിവേറ്ററായ സ്ത്രീയുടെ വീഡിയോ കാണാനിടയായി. മലയാളികൾ വളരെ ഇഷ്ടപ്പെടുന്ന ചില അവതാരകരുടെ പോഡ്കാസ്റ്റിൽ അവർ അതിഥിയായി വന്നിട്ടുണ്ടായിരുന്നു. തൻ്റെ ലക്ഷങ്ങളുടെ കടം മാനിഫെസ്റ്റേഷൻ കൊണ്ട് മാത്രം വീട്ടി ഇപ്പോൾ കോടികൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുൻപ് സ്ട്രോക്ക് വന്ന് തളർന്നു കിടന്ന അവർ തിരികെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വന്നത് മാനിഫെസ്റ്റേഷൻ കൊണ്ടാണെന്നും പറയുന്നുണ്ട്. വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകളാണ് രസം. മാഡം ദൈവമാണെന്നും അവരുടെ 1000 ഫീസുള്ള കോഴ്സ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ പഠിച്ചു, കടം വീട്ടി, കാർ വാങ്ങി, വീട് വെച്ചു, ജോലി കിട്ടി, വിദേശത്തു പോയി, എന്തിനധികം കുഞ്ഞുണ്ടായി എന്ന് വരെ കമൻസ് ഉണ്ട്. ഇതറിയുമ്പോൾ ആളുകൾ എത്രമാത്രം അവരെ അന്ധമായി വിശ്വസിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കണം. നമ്മൾ ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കും. അപ്പോൾ അത് നമ്മളിലേക്ക് വന്നു ചേരും എന്നത് യാഥാർത്ഥ്യമാണ്. അതുതന്നെയാണ് പൗലോ കൊയ്ലോയും എഴുതി വെച്ചത്. അസാധ്യമായി ഒന്നുമില്ല എന്ന നെപ്പോളിയൻ വാചകമൊക്കെ ഔട്ട്ഡേറ്റഡ് ആയല്ലോ. അസാധ്യം അതൊരു ഫ്രഞ്ച് വാക്കല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഗൂഗിൾ പറയുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞതായി സങ്കല്പിച്ച് അതിനുള്ള നന്ദി പറയുകയാണല്ലോ. അത് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് അത് സത്യമാക്കാൻ നമ്മൾ അധ്വാനിക്കും. അല്ലെങ്കിൽ അത് സ്വയം വഞ്ചിക്കുന്നത് പോലെ ആകില്ലേ? അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക് ഓടാനുള്ള ഊർജം തരുന്ന ഒരു പ്രാക്ടീസായി മാനിഫെസ്റ്റേഷനെ കണക്കാക്കാം. നമ്മളിൽ പലരും കുഞ്ഞുനാളിൽ ദിവസവും എഴുന്നേൽക്കുന്ന സമയം മുതൽ ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി ടൈം ടേബിൾ ഉണ്ടാക്കിയിരുന്നത് ഓർക്കുന്നുണ്ടോ? അത് പതുക്കെ ടൈം ടേബിൾ എഴുതാതെ തന്നെ കുറേ പേരുടെയെങ്കിലുമൊക്കെ ശീലമായി മാറും. ഇതും അതുപോലൊക്കെ തന്നെ. ഇപ്പോഴത്തെ ആളുകൾക്ക് പൊതുവെ ഉപദേശം ഇഷ്ടമല്ല. എന്നാൽ മോട്ടിവേഷൻ സ്പീക്കർമാർക്ക് വൻ ഡിമാൻഡുമാണ്. കാരണം ഉപദേശവും മോട്ടിവേഷനും ഫലത്തിൽ ഒന്നു തന്നെയാണെങ്കിലും ഇവർ പറയുന്ന രീതിയിലാണ് വ്യത്യാസം. ഒരു ചെറിയ തമാശ കൂടി പറയട്ടെ. സ്ഥിരം ക്ഷീണം എന്ന് പറഞ്ഞ് തന്നെ കാണാൻ വരുന്ന ഒരു രോഗിയോട് നന്നായി വെള്ളം കുടിക്കൂ എന്ന് അലോപ്പതി ഡോക്ടർ പറഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. മരുന്നൊന്നും തരാതെ ഈ ഡോക്ടർ എന്താണ് ഇങ്ങനെ വെള്ളം കുടിക്കാൻ പറയുന്നത്? ഡോക്ടർക്ക് ഒരു ചുക്കും അറിയില്ലെന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയി. പിന്നീട് അയാൾ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടു. ഡോക്ടർക്ക് ഇയാളെ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. ദേഹത്ത് നീരോട്ടം കുറവുണ്ട്. ഓരോ മണിക്കൂർ ഇടവിട്ട് ഒരു തുളസിയില 3 മുറിച്ചിട്ട് ഒരു വലിയ ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. തുളസിയില ഒരിക്കലും ഇരട്ടസംഖ്യയാക്കി മുറിക്കരുത്, 3 പകരം 5 ആയാലും കുഴപ്പമില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രോഗി ഉഷാറായി. ഇത്രയേ ഉള്ളൂ ഇതൊക്കെ. കേൾക്കുമ്പോൾ ആർക്കും ഇഷ്ടമാവില്ല. പക്ഷേ ക്ഷമയോടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ വെറും തട്ടിപ്പല്ലേ? മിക്കവാറും ഇവരെയൊക്കെ തേടി ചെല്ലുന്നത് ജീവിതത്തിൽ വലിയ നിരാശയോ വീഴ്ചകളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അതുമല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമുള്ളവരോ ഒക്കെ ആയിരിക്കും. അതേസമയം ആ അവസ്ഥയിൽ നിന്ന് മാറണം, രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ടാകും ഇത്തരം കോഴ്സുകളിലൊക്കെ കാശ് കൊടുത്ത് പോയി ചേരുന്നത്. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഊർജ്ജത്തോടെ, താൻ ഒറ്റയ്ക്കല്ല, ഒരു ശക്തി കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തോടെ അവർ തന്നെ പരിഹാരങ്ങൾ കണ്ടെത്തുക മാത്രമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ മാത്രം മതി, എന്തും സാധിക്കും എന്ന് കരുതിയിരിക്കാതെ അധ്വാനിച്ച് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കാം. ഓരോ കാലത്തും ഓരോ പേരുകൾ എന്നേയുള്ളൂ. അന്ധവിശ്വാസത്തിന് മുൻപും ഇപ്പോഴും ഒരു കുറവുമില്ല. പണ്ടുള്ളവർ കണ്ണ് കിട്ടാതിരിക്കാൻ ഉപ്പുകല്ലും ഉണക്കമുളകും ഒഴിഞ്ഞിട്ടു എങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഈവിൽ ഐ ഇമോജി ഇടുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം.